ഹായ് ഹലോ. എല്ലാ ദിവസവും എൻ്റെ വീഡിയോ ഈ ചട്ടിയിൽ നിന്നാണ് തുടങ്ങണത്. അത് ശരിയാണ് കേട്ടോ. ഞാൻ എല്ലാ പാചകത്തിനും ഈ ചട്ടിയാണ് എടുക്കുന്നത്. ഇതെനിക്ക് റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയൊരു ചട്ടിയാണ്. അപ്പോൾ പുതിയ ചട്ടിയാകുമ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ദേ ഇന്ന് രാവിലെ എഴുന്നേറ്റു. കുഞ്ഞുങ്ങളൊക്കെ ക്ലാസ്സിൽ പോയവർക്ക് ചിക്കൻ വറുത്തതായിരുന്നു ഇന്നത്തെ ലഞ്ചിന് ഞാൻ കൊടുത്തു വിട്ടത്. പിള്ളേരുടെ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചേട്ടൻ എല്ലാ ദിവസവും രാവിലെ ചോറ് കെട്ടണം. അപ്പോൾ അതിൻ്റെ കറികളൊക്കെയാണ് ഞാനിപ്പോൾ രാവിലെ റെഡിയാക്കാൻ പോണത്. രാവിലെ എന്തൊക്കെയാണ് കഴിക്കണതും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോവയ്ക്ക. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും പല പല രീതിയിലാണ് മെഴുക്ക് പുരട്ടി, ഒലത്ത്, അതുപോലെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കുന്നത് ഗോവയ്ക്കയാണ്. അപ്പോൾ അതേ സവാളയും കാന്താരി മുളകും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഗോവയ്ക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ സവാളയും കാന്താരി മുളക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തി ചതക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കുമല്ലോ, മുഖത്തേക്ക് തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ദേ അങ്ങനെ കറി റെഡിയാക്കാൻ പോണേണ്. ഗോവയ്ക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇന്ന് മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലിട്ട് കൊടുക്കണുള്ളൂ. കാരണം നല്ല രീതിയിൽ എരിവുണ്ട്. കാന്താരി അത്യാവശ്യം കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇടാത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി കുറേ ഇട്ട് കൊടുക്കണം എന്നില്ല, ആവശ്യത്തിന് മതി. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് അതിനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഗോവയ്ക്ക അത്യാവശ്യം നല്ല രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. കാരണം ഒരു നേരെ ലഞ്ചിന് നമ്മളിത് എടുക്കുകയുള്ളൂ. കാര്യം രാത്രി ചപ്പാത്തിയാണ്. അപ്പോൾ ഒരു നേരത്തേക്ക് ഇത് മതി. എനിക്കും ചേട്ടനും. പിള്ളേർ സ്കൂളിൽ നിന്നും നദാല് ലൂക്ക അംഗനവാടിയിൽ നിന്നുമാണ് കഴിക്കണത്. അപ്പോൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നാളത്തേക്കൊക്കെ ബാക്കി വരും. ഇപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഗോവയ്ക്ക് വെള്ളം ചേർത്തില്ല എന്നാണെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം ചേർക്കണമെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ആ സമയത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ അതും അതിൻ്റെ കാര്യങ്ങൾക്ക് മുട്ട എടുക്കാനും വെള്ളമൊക്കെ എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ ഗോവയ്ക്ക ചെറിയ രീതിയിലൊന്ന് അടുക്കി പിടിച്ചായിരുന്നു. ഞാനിപ്പോൾ ജ്യൂസാണ് രാവിലെ. എല്ലാ ദിവസവും ഈ ജ്യൂസ് ഇല്ല കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇത് എടുക്കാറുള്ളൂ. ഇത് ക്യാരറ്റും ബീട്രൂട്ടും വെള്ളരിക്കയാണ് ഇന്ന് ഞാൻ എടുത്തേക്കണത്. ചിലപ്പോഴൊക്കെ ആപ്പിൾ എടുക്കാറുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതാണ്, നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ കുടിക്കണ കൊണ്ടിട്ട് ഒരു എന്താ പറയുക, ഒരു ഇതുണ്ട്, ആശ്വാസം ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതേ ഞാൻ ഗോവയ്ക്ക റെഡിയാക്കിയതിന് ശേഷം ഞാൻ ആ ചട്ടിയിലേക്ക് നമ്മുടെ മുരിങ്ങയിലയും മുട്ടയും കൂടി ചിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ മുരിങ്ങയിലയും സവാളയും പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ട ചിക്കണം. ആദ്യം ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം ആണ് നമ്മൾ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം നമുക്കിതിലേക്ക് വഴറ്റാം. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും പല പല ശബ്ദങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഒട്ടും പുറത്തുനിന്നുള്ള ശബ്ദങ്ങളില്ലാതെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വണ്ടിയുടെ ശബ്ദങ്ങൾ അതും ഇതൊക്കെ നിങ്ങൾ കേൾക്കാം. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മുരിങ്ങയില ആയതുകൊണ്ട് പെട്ടെന്ന് വഴണ്ടി വന്നോളും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ 2 മുട്ടയാണ് എടുത്തേക്കണത്. 2 മുട്ട എടുത്തിട്ട് ഉപ്പിട്ടിട്ട് ചിക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പുറത്തെ അടുപ്പിൽ മുട്ട പുഴുങ്ങിയത് റെഡിയാവണതാണ്.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഞാനപ്പോൾ അവിടെ മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിൽ ഇതായിരുന്നു, ക്യാമറ എടുത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. സത്യത്തിൽ എൻ്റെ മക്കൾ ഇത് കഴിക്കൂല കേട്ടോ. കാര്യം അവർ കരയും ഇത് കൊടുത്തു കഴിഞ്ഞാൽ. ആ സമയം ഇത് പരിപ്പൊക്കെ ഇട്ടിട്ട് ചാറ് പോലെ ആക്കി കൊടുക്കണമെങ്കിൽ അവർ കഴിച്ചോളും. ഇങ്ങനെ ഈ പച്ച കളർ മുരിങ്ങയില എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ മുരിങ്ങയില പരിപ്പും കൂടി നന്നായിട്ട് അടിച്ചിട്ട് തേങ്ങ അരച്ചൊക്കെ കറി വെക്കണമെങ്കിൽ അവർ അത് കഴിച്ചോളും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും അത്ര വലിയ ഇഷ്ടമല്ല, പിന്നെ ഇത് ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കഴിക്കണത്. അപ്പോൾ റോസേട്ടൻ പിന്നെ കഴിച്ചോളും. അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കി കൊടുക്കുക, നന്നായിട്ട് ചിക്കണം കേട്ടോ. എന്നാലും നമുക്ക് ഇല്ലെങ്കിൽ മുരിങ്ങയില ഇങ്ങനെ കടിക്കണ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, മുട്ടയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും മുരിങ്ങയിലക്കും. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കറികൾ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ ചോറിന് കറി. ഇന്ന് മീനൊന്നുമില്ല. എല്ലാ ദിവസവും മീൻ ഉണ്ടാവാറില്ല, എങ്കിലും ഇന്നലെ ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ ചിക്കൻ്റെ ഇന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ചിക്കൻ. അപ്പോൾ ഞാനൊരു ഭാഗത്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിച്ച് അതൊരു പാത്രത്തിൽ നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അരിക്കാനൊന്നും നിന്നില്ല, അതോടുകൂടി തന്നെയാണ് ഈ ബീട്രൂട്ടൊക്കെ അടിക്കുമ്പോൾ കൊടുക്കണത്. ബീട്രൂട്ട് അധികം ഇടില്ല കേട്ടോ, കുറച്ച് ഇടുള്ളൂ ബീട്രൂട്ട്. അപ്പോൾ ഞാൻ ആദ്യം ജ്യൂസ് അടിക്കുമ്പോൾ കുടിക്കൂലായിരുന്നു. ഇപ്പം ഞാനും അതിൻ്റെ ബാക്കി വരുന്നത് ഞാനും കുടിക്കാറുണ്ട് ഒരു ഗ്ലാസ്. കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട്. അതിൻ്റെ ആ ഒരു ചൊവ്വ നമുക്ക് പിടിക്കൂല. എങ്കിലും ഇത് ഹെൽത്തി അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുടിക്കണതാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് ഞാൻ കുടിക്കണേ കേട്ടോ. കണ്ണും പൊട്ടിയാണ് കുടിക്കണത്. ആരോ നിർബന്ധിച്ച് കുടിപ്പിക്കണ പോലെ ഇല്ലേ, ആരും നിർബന്ധിച്ചിട്ടില്ല, സ്വന്തമായി നിർബന്ധിച്ച് കുടിക്കണാണിത്. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയാക്കാനായിട്ട് ആയിട്ടുണ്ട്. നമ്മളിത് മുട്ട ചിക്കിയതാണ് ആദ്യം ഇട്ട് കൊടുക്കണത്. എൻ്റെ ഒരു ദിവസത്തിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. എന്നും ഈ വീഡിയോസൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോസിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ ചിലർക്ക് ഉപകാരപ്പെടുമായിരിക്കാം, ചിലപ്പോൾ എൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും. പിന്നെ ഈ മുരിങ്ങയില കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഈ മുട്ടയൊക്കെ ചിക്കിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ കഴിച്ചോളൂ കേട്ടോ. കോവക്ക കണ്ട കുറച്ച് കരിഞ്ഞു പോയായിരുന്നേ. അപ്പോൾ കരിഞ്ഞല്ല, മുരിഞ്ഞു പോയായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഫോണിലൂടെ അറിയാൻ പറ്റും, മുരിഞ്ഞതിൻ്റെയൊക്കെ. അങ്ങനെ ചോറ് എടുക്കണേണ്. ചോറ് ഈ പാത്രത്തിൽ നിറച്ച് ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ മൂഡ് പോലെ ഉണ്ട് ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇന്നിപ്പോൾ പാവം മുട്ടയല്ല കഴിച്ചത് രാവിലെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ചോറ് കൂടുതൽ ഇട്ട് കൊടുക്കും. അതേസമയം രാവിലെ നമ്മൾ വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ പുട്ട കടല അങ്ങനെയൊക്കെ വല്ലതാണെങ്കിൽ ചോറ് കുറച്ചിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ്. അങ്ങനെ പിന്നെ ഇനി രാത്രി വന്നിട്ടല്ലേ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതിലേക്ക് മാങ്ങാച്ചാറാണ് നാരങ്ങാച്ചാറാണ് ഞാൻ ഇടുന്നത്. ഇതിപ്പോൾ വീട്ടിൽ ഞാനിട്ടതല്ല, അമ്മിച്ചി ഇട്ട അച്ചാറാണ്, പുറത്തുനിന്ന് വാങ്ങിയ അച്ചാറല്ല. അങ്ങനെ അച്ചാറ് റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വിഭവങ്ങൾ റോസേട്ടൻ്റെ. പിന്നെ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നല്ല നല്ല കമൻറ്റ്, എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടോട്ടോ.